ഏവർക്കും നമസ്കാരം. ബിസിനസ് രംഗത്തെ ഓർമ്മ പങ്കുവയ്ക്കുന്ന ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വം വേറെ ആരുമല്ല, ട്വിൻ സ്റ്റാർ ജനറൽ കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ ഒരു സാരഥിയാണ് മുഹമ്മദ് സർഫാസ്. അദ്ദേഹത്തെ വിനയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 1994 തലശ്ശേരിയിൽ നിന്നും പ്രവാസ ലോകത്തേക്ക് താങ്കൾ കടന്നു വന്നത്. അപ്പോൾ ഈ ഓർമ്മ പങ്കുവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാരഥിയാണ്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ആദ്യമായി ചോദിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പ്രവാസ മലയാളികൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ ഓരോ ജോലി തേടിയൊക്കെ വരുമ്പോഴും എങ്ങനെയായിരുന്നു ബൈയുടെ ഒരു തുടക്കം, കുട്ടിക്കാലം? 1994 എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ കോഴിക്കോട് നിന്ന് തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് കയറി. തലശ്ശേരിയിൽ എവിടെയാണ്? തലശ്ശേരി ടൗണിൽ തന്നെയാണ്, പ്രോപ്പർ തലശ്ശേരി തന്നെയാണ്. കല്യാണം കഴിച്ചതും തലശ്ശേരി തന്നെയാണ്, എല്ലാം തലശ്ശേരി തന്നെയാണ്. നമുക്ക് ചോദിക്കാവുന്ന ചുപ്പ ഉമ്മ എല്ലാവരും തലശ്ശേരിയാണ്, പ്രോപ്പർ തലശ്ശേരി. ഉപ്പയുടെ പേര് അബ്ദുള്ള. ഇപ്പോൾ അദ്ദേഹം ഇല്ല, ഉമ്മ ഖദീജ. പിന്നെ മറ്റേ ഒരു സഹോദരനും ഒരു സഹോദരിയുണ്ട്. ഭാര്യ, മക്കള്? ഒരു ഭാര്യ, 2 മക്കൾ. ഭാര്യ റസീന, മകൻ സഫ്ദിൽ അബ്ദുള്ള, ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മകൾ ഷനും റാബിയ +2 കഴിഞ്ഞിപ്പോൾ കോളേജ് വിദ്യാഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കുടുംബം അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഫാമിലിയാണ് ബാക്ക് ബോൺ ഓഫ് കോഴ്സ്. അതിൻ്റെ കൂടെ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ നാട്ടിൽ ഫ്രണ്ട്സുകളുണ്ടെങ്കിലും ഇപ്പം ഒരുപാട് വർഷമായിട്ട് വിദേശത്തുള്ളത് കൊണ്ട് എനിക്ക് ഇവിടെയാണ് അതിൽ കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത്. കുറച്ച് നാട്ടുകാരുണ്ട്. അതുകൂടാതെ ഞാനിവിടെ ഒരു ജീവകാരുണ്യ സംഘടനയായ നവോദയയിൽ പ്രവർത്തിക്കുന്നതോടുകൂടി എനിക്ക് അവിടെ നിന്നുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, മറ്റ് ഒരുവിധ എല്ലാ ജില്ലകളിൽ നിന്നുള്ള. അവരിലുള്ള ആൾക്കാരാണ് ഈ സ്ഥാപനത്തിൻ്റെ പാർട്ട്നേഴ്സ്. അവരാണ് എന്നെ മുന്നിൽ നിർത്തി ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രവാസ ജീവിതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും പണ്ട് കാലം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതന്നെ, അവിടെ നിന്ന് വരുമ്പോൾ പല വാഗ്ദാനങ്ങളും, ഇവിടെ എത്തിയപ്പോൾ വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ. അതേപോലത്തെ സംഗതി തന്നെയാണ് എൻ്റെ ഈ ജീവിതത്തിലും ഉണ്ടായിരുന്നത്. 94 അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എവിടെയാണ് ആദ്യമായി വന്നത്? റിയാദിലാണ് വന്നത്. എന്ത് ഒരു എഗ്രിമെന്റ് വിസയിലാണ്, ജോബ് വിസയിലാണ് വന്നത്. ആര് വഴിയാണ് വന്നത്? അത് എൻ്റെ അമ്മാവൻ വഴിയുള്ള ഒരു ബന്ധത്തിന്റെ പുറത്താണ് വന്നത്. അമ്മാവനപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു, റിയാദിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ജോലിയല്ല ഉണ്ടായിരുന്നത്. അതെങ്ങനെയാണ്? നിർബന്ധിതനായി മറ്റുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി ഓഫീസിലുള്ള വർക്ക് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വന്നതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം അങ്ങനെ ഒരു പൊസിഷനോ പോസ്റ്റോ ഉണ്ടായിരുന്നില്ല. ഒരു ക്യാമ്പ് ജീവിതം തന്നെയായിരുന്നു ആദ്യം തുടക്കം 94. അതങ്ങനെ 1 വർഷത്തോളം നീണ്ടുപോയി. പിന്നീട് അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളും നടന്നു. ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മാറ്റം പ്രതീക്ഷിച്ചു. അവരുടെ മാറാൻ റിലീസൊക്കെ ചോദിച്ചു. അപ്പം പിന്നീട് എനിക്കൊരു ചെറിയൊരു മാറ്റം തന്നു, ഓഫീസിലേക്ക് മാറ്റം തന്നു.
ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയിരുന്നു അത് പണ്ടത്തെ. അപ്പം അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും എൻ്റെ ഭാഗ്യത്തിനെന്നറിയില്ല, അത് HR ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി കിട്ടിയിരുന്നത്. അവിടെ മാനേജരോട് പറഞ്ഞു ഞാൻ റിലീസ് വാങ്ങിച്ചു. പിന്നെ അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് റിലീസ് കിട്ടിയിട്ട് വേറൊരു കമ്പനിയിൽ നല്ലൊരു ആ സമയത്തുള്ള ഒരു വളരെ നല്ല പൊസിഷനിലുള്ള ഒരു ജോലി, പൊസിഷനല്ല HR-ലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് വേറെ കമ്പനിയിലേക്ക് മാറ്റം കിട്ടി. വേറെ കമ്പനിയിലേക്ക് റിലീസ് വാങ്ങി. ജോലി എനിക്ക് ശരിയായപ്പോൾ അവരോട് റിലീസ് ചോദിച്ചു, വേറെ കമ്പനിയിലേക്ക്. അങ്ങനെ ഞാൻ ഫെഡെക്സിലായിരുന്നു, ഫെഡറൽ എക്സ്പ്രസ്സിലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ലോജിസ്റ്റിക്കിൻ്റെ ജീവിതം തുടങ്ങുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ അപ്രതീക്ഷ എന്നല്ല, ഭാഗ്യപരമായി നല്ലൊരു സാലറിയിൽ അധ്വാനമുണ്ടെങ്കിലും അതിനുള്ള സാറ്റിസ്ഫൈ ആയിട്ടുള്ള നല്ലൊരു എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ സാധിച്ചു. ഒരു 14 വർഷത്തോളം ആ കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒറ്റക്കായിരുന്നോ പിന്നെ ജീവിതം ഇവിടെ നിന്ന് തുടങ്ങിയത്? അതെ, ആദ്യം സൗദി അറേബ്യയിൽ വന്ന് 5-ാമത്തെ വർഷം, 4 വർഷം കഴിഞ്ഞ ശേഷമാണ് നാട്ടിലേക്ക് തന്നെ പോകുന്നത്. അതിനുശേഷമാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഇയറിന് വൈഫ് കൂടെ കൊണ്ടുവന്നു. 2 മക്കളും ജനിച്ചതും വളർന്നതും ഇവിടെ തന്നെ ആയിരുന്നു. രണ്ടുപേരുടെ ജന്മം റിയാദിലായിരുന്നു. പിന്നെ ഇപ്പം റിയാദിൽ നിന്ന് എപ്പോഴാണ്? 2009-ലാണ് ഞാൻ ജുബൈലിലേക്ക് വരുന്നത്. 2009 ഇപ്പോഴും ജുബൈൽ തന്നെയാണുള്ളത്. ജുബൈൽ എന്താണ്? ജുബൈൽ ഇവിടെ സഹാറ പെട്രോ കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയിൽ 2009-ലായിരുന്നു. അതിനുശേഷം ആ തുടർ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ചില കാരണങ്ങളാൽ കമ്പനിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ട് വന്നു. കമ്പനി വേറൊരാൾക്ക് കൈമാറി. അപ്പം അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, മാറേണ്ടി വന്നു. പിന്നീടാണ് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കമ്പൽ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭത്തിന് മുന്നിൽ സ്വന്തമായി എന്തെങ്കിലും നടത്തിക്കൂടാ. പക്ഷെ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട്സ് അവരും കോൺഫിഡൻ്റ് ആയിരുന്നു. നല്ലൊരു പ്രചോദനം തന്നു. അവർ കോൺഫിഡൻ്റ് ആയിരുന്നു, ഞങ്ങളുണ്ട് മുന്നിൽ, ഞങ്ങളെല്ലാം ചെയ്യാം, മുന്നിൽ നിന്നാണ്. ഇപ്പം അങ്ങനെയാണ് ഈ ട്വിൻ സ്റ്റാർ ജനറൽ കോൺട്രാക്ടിംഗ് 2009 സ്റ്റാർട്ട് ചെയ്തത് അല്ല, ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 2023 ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പുതിയൊരു ഫേമാണ്. എന്തൊക്കെയാണ് ഈ നമ്മുടെ ഈ ജനറൽ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ വരുന്ന മറ്റ് കാര്യങ്ങളൊക്കെ? നമ്മൾക്ക് ഇവിടെ മെയിനായിട്ട് 3 ഡിവിഷൻസാണ് ഉള്ളത്. ഒന്ന് ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസ് എന്നുവെച്ചാൽ അതിൽ ഉൾപ്പെടുന്ന വെച്ചാൽ കസ്റ്റം ക്ലിയറൻസ്, ഫ്രൈറ്റ് ഫോർവേഡിങ്, നോർമലി വരുന്ന എല്ലാ ലോജിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഉള്ളത് ഇൻഡസ്ട്രിയൽ സർവീസസ് ആണ്, മെയിൻ്റെനൻസ്. പ്രത്യേകിച്ചും ഈ ജുബൈൽ എന്ന് പറയുന്നത് ഒരു പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. അപ്പം അവിടെയുള്ള കൂടുതൽ സാധ്യതകൾ വെച്ചുകൊണ്ടും അത് നമ്മളുടെ മാനേജിങ് പാർട്ട്നേഴ്സ് ഇന്ന് കൂടുതൽ പരിചയമുള്ള ഫീൽഡ് ആയതുകൊണ്ടും അത് അങ്ങനെ ചൂസ് ചെയ്തതാണ്. പിന്നെ അതുകൂടാതെ എനിക്ക് വേറൊന്നും കൂടെ ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഗതിയാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഓർഗനൈസിങ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ലൈസൻസ് ഹോൾഡർ കൂടിയാണ് ഞങ്ങൾ. അതിലിപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, ഞങ്ങളിപ്പം ചെറിയ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പ്രോഗ്രാംസ്? ഇവിടെയുള്ള മറ്റുള്ള ചെറിയ ഓഫീസ് ഫംഗ്ഷൻസ്, മാരേജ് ഫംഗ്ഷൻസ്, അതൊക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ള പ്രോഗ്രാംസിനൊക്കെ പെർമിറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില ക്രൈറ്റീരിയകൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നേ. ഇഷ്ടംപോലെ ഇവൻറ്റ്സ് സൗദി അറേബ്യയിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഈ കോൺട്രാക്ടിംഗ് മേഖല എന്ന് പറയുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ഇതിൽ വേറെ മറ്റ് പ്രൊവൈഡിങ് വേറെ എന്തൊക്കെ വരുന്നുണ്ട്? ഇത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമാണ്. സാധാരണ സൗദി അറേബ്യയിൽ ഒരു സ്പോൺസറുടെ കീഴിലായിരിക്കും എല്ലാ ജോലിയും ചെയ്യുന്നത്. ഇപ്പം സൗദി അറേബ്യ മാറ്റം വന്നിട്ടുണ്ട്. അത് ഏകദേശം വർഷങ്ങളേറെ ആയെങ്കിലും ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിയാണ്. കോൺട്രാക്ടിങ് എന്ന് പറയുന്നതിൽ കൂടെ ഞങ്ങൾ സർവീസസ് ഫീൽഡാണ്, എല്ലാ സർവീസസ് ഫീൽഡ്. സർവീസസ് എന്തൊക്കെയാണ്? ഇതാണ് ലോജിസ്റ്റിക് സർവീസസ്, മെയിൻ്റെനൻസ്, എല്ലാ സർവീസസ് ഫീൽഡിനും ഞങ്ങൾ ലൈസൻസ് ഹോൾഡറാണ്. അപ്പം
അതുമായിട്ടുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എങ്ങനെയുണ്ട് ഈ ഫേം തുടങ്ങിയിട്ടുള്ള പിന്നെ ഇഷ്ടംപോലെ എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്, എങ്കിലും കസ്റ്റമേഴ്സ് ഉണ്ട്, അറിഞ്ഞ് പരിചയത്തിൻ്റെ പേരിലുള്ള എല്ലാ മേഖലയിലുള്ള കസ്റ്റമേഴ്സും ഉണ്ട് അല്ലേ? എല്ലാ മേഖലയിലുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. പക്ഷേ ചിലതിനൊക്കെ നമുക്ക് ലിമിറ്റേഷൻസും ഉണ്ട്. പുതിയൊരു കമ്പനി പെട്ടെന്ന് എല്ലാത്തിലും എടുത്ത് ഒരുപാട് കോൺട്രാക്ടിങ് കമ്പനി ഉള്ളപ്പോൾ ഇതിനെപ്പോഴും ഒരു കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങളുള്ള ഫീൽഡിൽ 3 ഫീൽഡിലും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലും ഇഷ്ടംപോലെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പം പിന്നെ അംഗങ്ങൾ മറ്റേ നമ്മുടെ കമ്പനി കൊണ്ടുപോകാൻ സ്റ്റാഫ് അറ്റ് പ്രസൻറ്റിൽ ഞങ്ങൾക്ക് 5 പേരാണുള്ളത്. പുതിയൊരു ഫേം ആയതുകൊണ്ട് 5 പേരാണുള്ളത്, ഇൻക്ലൂഡിങ് സൗദി സ്റ്റാഫ് അടക്കം. എന്ന് വെച്ചാൽ ഇവിടുത്തെ നിത്താക്കാത്ത നിയമം അനുസരിച്ച് നമ്മൾക്ക് ഇവിടെ സൗദി സ്റ്റാഫിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നാട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? നാട്ടിൽ നമ്മുടെ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആരാണ് അത് കൺട്രോൾ ചെയ്യുന്നത്? അതിപ്പം നാട്ടിൽ നമ്മളെ മാനേജിങ് പാർട്ട്നേഴ്സിൻ്റെ അവരാണ് ചെയ്യുന്നത്. പ്രസൻറ്റിൽ അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്വന്തമായിട്ടൊരു ഫേം തുടങ്ങുകയാണെങ്കിൽ നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ എവിടെയെങ്കിലും ഒരു കമ്പനി ഉണ്ടായിരിക്കും. അതിൻ്റെ ബേസ് വെച്ചിട്ടാണ് നമുക്കിവിടെ കമ്പനി തുടങ്ങാൻ പറ്റും. അങ്ങനെയാണ് ചെയ്തത്. ട്വിൻ സ്റ്റാർ വളരെ വിജയകരമായിട്ട് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങൾ തുടങ്ങി ഫേം എല്ലാവിധ ഭാവുകളും നേരുകയാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് മുഹമ്മദ് സർഫാസ്. അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിലുണ്ട് പ്രവാസ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നിലയിൽ വന്ന് നിൽക്കുന്നത്. ഒരുപാട് വിജയങ്ങൾ ഇനിയും ഇതിനെ നേർന്നുകൊണ്ട് നല്ലൊരു വിജയം കൈവരിക്കാനാവട്ടെ. പടച്ചവൻ അതിനുള്ള എല്ലാ കുതിരത്തും തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും, എല്ലാ മെമ്പേഴ്സിനും നല്ലത് വരട്ടെ, നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.